നമ്മൾ അയൽവാസികളെ ബഹുമാനിക്കണം. അയൽവാസികൾക്ക് നമ്മൾ ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ അയൽവാസിക്കാർ ആരാ? നമ്മൾ വീടിൻ്റെ ചുറ്റോട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ചുറ്റോട്ട് താമസിക്കുന്ന അവർ നമ്മളൊരു വീട് പോലെ, ഒരു കുടുംബം പോലെയാണ്. അപ്പോൾ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. മനസ്സിലായോ? നമ്മളെ വീട്ടിലത്തെ ചപ്പ് ചവറ് അവിടെ കൊണ്ടിടാൻ പാടില്ല. വേസ്റ്റ് ചിലരുണ്ടല്ലോ വീടിൻ്റെ വേസ്റ്റുകളൊക്കെ അങ്ങോട്ട് വലിച്ചെറിയണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അയൽവാസികൾക്ക് ഒരു ബുദ്ധിമുട്ടും പാടില്ല. അയൽവാസികൾ നമ്മൾ സ്നേഹിക്കണം. അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അവർക്കൊക്കെ എന്താണ് വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കണം. ഞാൻ ഒരു കഥ പറഞ്ഞേ. മഹാനായ സഹ്ൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മൂപ്പര് രോഗിയായി മരിക്കാൻ പോവാണ്. ആ മൂപ്പർക്ക് മനസ്സിലായി ഞാൻ ഈ രോഗത്തിൽ മരിച്ചു പോകും. സഹ്ൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മൂപ്പർക്ക് തോന്നി ഞാൻ ഈ അവസ്ഥയിൽ മരിച്ചു പോകുന്നുള്ളത്. ആ രോഗശൈലിയിലായപ്പോൾ എടുത്തുള്ള മൂപ്പര അയൽവാസി, തൊട്ട അയൽവാസി ആരാണ്? ഒരു മജൂസിയാണ്. മജൂസി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? തീനൊക്കെ ആരാധിക്കുന്ന ആൾക്കാരാണ് മജൂസി. തീയില്ലേ, അതിനെ ആരാധിക്കുന്നവർക്ക് പേരാണ് മജൂസി എന്ന് പറയാം. അങ്ങനെ ആ മജൂസിയായ മനുഷ്യനാണ് ആര്? മതക്കാരനാണ് ആര്? ഈ അയൽവാസി. ആ മഹാനവറുകൾ സഹ്ൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആ അയൽവാസിനെ വിളിപ്പിച്ച് ആളെ വിട്ട് പറഞ്ഞയച്ച് ഇങ്ങോട്ട് വരാൻ പറയാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ സഹ്ൽ ബിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊന്ന് എൻ്റെ റൂമിൽ പോയി, എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തൊന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞു. ആരോട്? മജൂസിയോട്, അയൽവാസിനോട്. കാരണം മൂപ്പര വീടും സഹ്ൽ ബിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടും അയൽവാസിൻ്റെ വീടും ഒരേ മതിലിൻ്റെ അപ്പുറത്തുപ്പുറത്തുമാണ്. മതിൽ എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ ചുമരുണ്ടല്ലോ, ഈ ചുമരിനോട് ചാരിയിട്ടാണ് മൂപ്പര വീടിൻ്റെ ചുമരും. മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ അതാണ് ഇവരുടെ അവസ്ഥ. അങ്ങനെ അപ്പോൾ സഹ്ൽ ബിൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ വീടിനുള്ളിൽ നിന്ന് പോയി നോക്കിയെന്ന് പറഞ്ഞു. മജൂസിയോട് പറഞ്ഞു. അപ്പം അയാൾ അയൽവാസി പോയി നോക്കിയപ്പോൾ ഉണ്ട് ഒരു പാത്രത്തിൽ കുറേ വേസ്റ്റ് വെള്ളം ചീഞ്ഞ് നാറുണ്ട്. അപ്പം മജൂസി ഇതെന്താ നിങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കണ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് സഹോദരാ. അപ്പോൾ സഹ്ൽ റളിയല്ലാഹു അൻഹു പറയാണ്, സഹോദരാ ഇത് നിങ്ങളെ വീട്ടിലെ കക്കൂസിൻ്റെ മാലിന്യമാണ്, എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പം ഞാൻ അവിടെ പാത്രം വെച്ച് കൊടുത്തതാ. എന്നിട്ട് ഞാൻ രാത്രി എന്താക്കും, ആ വേസ്റ്റ് വെള്ളം എന്താക്കും, കൊണ്ടുപോയിട്ട് കളയും. പിന്നെ ഞാൻ പാത്രം വെക്കും. ഇപ്പം ഞാൻ നിങ്ങളെ വിളിക്കാൻ കാരണം ഇതൊരു കൊല്ലമായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വീട് വെച്ച മുതൽ ആ മജൂസി ഒരു കൊല്ലമായി വീട് വെച്ചിട്ട് ഒരു കൊല്ലമായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരോട് പറഞ്ഞു? മജൂസിയോട്. ആര് പറയണത്? സഹ്ൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഇതൊരു കൊല്ലമായി തുടർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പറയില്ലായിരുന്നു, പക്ഷെ പറയണ എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ രോഗത്തിൽ മരിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിൻഗാമികൾ നിങ്ങളോട് എങ്ങനെ പെരുമാറും എന്നറിയില്ല. ചിലപ്പോൾ ഓല് മക്കളല്ലേ, മക്കളിപ്പോൾ വേറെ ദേഷ്യം പിടിച്ച് എന്തെങ്കിലും പറഞ്ഞാലോ, അപ്പം നിങ്ങൾക്ക് ഭയങ്കര വിഷമാവൂലേ? അപ്പം അതുകൊണ്ട് ഇപ്പം എന്താണ് ഞാൻ നേരിട്ട് പ്രശ്നം വേണ്ട, ലെവലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങളോട് ഇത് പറയണം, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു എന്ന് ആര് പറയാണ്? സഹ്ൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പം മജൂസി പറഞ്ഞു, നിങ്ങളിന്ന് ഇത്ര കൊല്ലമായിട്ട് നിങ്ങളിത് പറയാതെക്കാൻ പാടില്ലല്ലോ, പറഞ്ഞൂടായിരുന്നോ? അപ്പം മഹാറാണ്, എൻ്റെ മക്കൾ ഇത്ര കൊല്ലം എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചു, മക്കൾ ക്ഷമിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം എന്നിട്ട് ഇയാളോട് മജൂസി പറയാണ്, സഹ്ൽ നിങ്ങൾ നല്ലൊരു മനുഷ്യരാണ്. നിങ്ങൾ സാധാ മനുഷ്യരാണ്, നിങ്ങൾ അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, ദൈവത്തോട് അള്ളാഹിനോട് അടുത്തൊരാളാണ് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനും എന്താ വരികയാണ്, മുസ്ലിം ആകുകയാണ്, എനിക്ക് നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിത്തരീന്ന് പറഞ്ഞു. അങ്ങനെ സഹ്ൽ റളിയല്ലാഹു അൻഹു മൂപ്പർക്ക് എന്തായി, ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അങ്ങനെ മൂപ്പര് മജൂസി എന്തായി, മുസ്ലിമായി. മൂപ്പര് ഈ നന്മയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ചീത്തൊന്നും പറയാതെ നല്ലൽക്ക് ചെയ്തോണ്ടല്ലേ. നേരെ മറിച്ച് ഈ കക്കൂസിനെ മാലിന്യം പെടുന്ന് ആ ഒച്ചപ്പാടുണ്ടാക്കിയത് മാറ്റി എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാക്കിയാൽ അത് പോയല്ലേ? പോയി. മൂപ്പർക്ക് ദേഷ്യമാവില്ലേ? ദേഷ്യമാവും. അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് എന്തായി മൂപ്പര് നമ്മളെ മതത്തിലേക്ക് വരാനുള്ള കാരണം എന്തായി? ഈ നന്മ കൊണ്ടൊരൊറ്റ കാരണമുണ്ട് അല്ലേ. ഇത്രയും നല്ലൊരു മതമാണ് നമ്മളത് എന്നുള്ളത് ആർക്ക് കാണിച്ചു കൊടുത്തു? പ്രവർത്തന ജീവിതത്തിലൂടെ മജൂസിക്ക് ആര് കാണിച്ചു കൊടുത്തു? സഹ്ൽ റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ അയൽവാസികൾ നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. നല്ല നിലയ്ക്ക് ഏത് ഇതര മതസ്ഥരാകട്ടെ ആരാകട്ടെ അവരോടൊന്നും നമ്മൾ എന്താകരുത്, മോശമായിട്ട് പെരുമാറരുത്. നല്ല നിലയ്ക്ക് പുഞ്ചിരിച്ചുകൊണ്ട് എന്താക്കണം, എപ്പോഴും സംസാരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സന്തോഷത്തിൻ്റെ അഹ്ലുകാരെ കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ. നമ്മളെ അയൽവാസികൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.